അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ എനിക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ,
നമ്മൾ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വാഗ്ദാന നാട്ടിലേക്ക് ഉടമ്പടി എടുത്ത് ദൈവത്തിൻ്റെ കൂടെ പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസം പറഞ്ഞത്. ആദ്യ ദിവസം പറഞ്ഞത് ചെങ്കടൽ, രണ്ടാം ദിവസം പറഞ്ഞത് മരുഭൂമി, മൂന്നാം ദിവസം പറയാൻ പോണത് ജോർദാൻ. ജോർദാൻ കടക്കുന്നതിന് ഒരു ന്യായമുണ്ട്, ഒരു ആത്മീയമായ ഒരു അത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട പ്രക്രിയയാണ് അതെല്ലാം. അതിലൂടെ എല്ലാം ദൈവ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ യോഗ്യത പ്രാപിക്കാനാണിത് പറയുന്നതിൻ്റെ കാരണം. അല്ലാതെ നാടകത്തിൻ്റെ ഓരോ സീന് പോലെ അവതരിപ്പിക്കുകയല്ല ഇത്. ഇത് വാഗ്ദാനം പ്രാപിക്കാൻ യോഗ്യത നേടാൻ വേണ്ടി ഒന്നാണ് മൂന്നാമത്താണ് ജോർദാൻ. ജോർദാൻ എന്താണ് ചെയ്യേണ്ടത്? ജോർദാൻ്റെ ആത്മീയ അർത്ഥം എന്താണ്? അടുത്ത് ജോഷുവ 24:15. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പോൾ കർത്താവിനെ തന്നെയാണ് സേവിക്കണതെന്ന് ഈ മൂന്നാം ഘട്ടത്തിൽ ഉറപ്പ് വരുത്തണം. പലപ്പോഴും നമുക്ക് തോന്നുന്നത് കർത്താവിനെ സേവിക്കുന്നത് നമ്മൾ വേറെ ചില കാര്യങ്ങൾ. ഇപ്പം പണ്ട് ഞാൻ കാട്ടൂർപ്പള്ളി ഇരിക്കുകയാണ്. കാരണം അച്ഛൻ ഓർക്കുക ധ്യാനഗുരുക്കന്മാർ പൊടിക്കൈ പറഞ്ഞ പോലെ പൊടിക്കൈ പറയണല്ല, എൻ്റെ കണ്ണു തള്ളിപ്പോയൊരു. ഇപ്പം ഞാനിങ്ങനെ റോഡിൽ ഇരിക്കുകയാണ്, അത് കൊച്ചച്ഛനാണ്, 87. ഇപ്പോൾ ഒരു വല്യമ്മയുടെ മാല പോയി. ഇപ്പോൾ മാല പോയപ്പോൾ ഈ വല്യമ്മ അന്തൂരി സൂര്യാളൻ്റെ അടുത്ത്, ഇപ്പം ഞങ്ങളുടെ അവിടെ ഈ ക്രിസ്തുരാജ സന്നിധി എന്നും സംഭവം ഉണ്ട്. അവിടെ ഈ കർത്താവ് ക്രിസ്തുരാജൻ്റെ രൂപം കുരിശെടുത്ത് സങ്കേതമാണത്. അപ്പം അവിടെ വന്ന് വലിയ പ്രാർത്ഥിച്ചിട്ട് തിരിയുമ്പോഴാണ് എന്നെ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആൾക്കാരുടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എല്ലാവരോടും സംസാരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛ 2.25 പവൻ്റെ മാലയാണ് പോയത്. അപ്പോൾ ഇവർ വേറെ എവിടെയോ ഈ തെളിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഇവർ ചെല്ലുമ്പോൾ തെളിപ്പിക്കാൻ ആളവിടെ ഉണ്ടാകണമെന്ന്. ഇങ്ങനെ ഒരു സഭയുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ആരും മേന് നടിക്കുകയും ഞെളിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ആഭിചാരം കൊടികുത്തി മൂത്ത ആഭിചാരവേദന വിശ്വാസവേദന അറിയാൻ പാടില്ല ഒരു കാലം ഉണ്ടായിരുന്നത്. എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയുകയില്ല, എന്നാലും ഒരു അഴക്ക് ഇത്രയും ജന്മങ്ങളുണ്ട് ശരിക്കും. അപ്പോൾ എന്താ വിഷയം എന്ന് പറയണത്, നമ്മളെ ഇതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് നേടിയെടുത്തതിനേക്കാളും വലിയ പ്രാധാന്യം നേരത്തെ നമ്മൾ കൊടുത്ത പ്രാധാന്യം കൊടുത്ത വിഷയങ്ങൾക്ക് കൊടുക്കും. നമ്മളതാണ് പറയുന്നത്. അതാണ് നേടിയെടുത്ത വാഗ്ദാന നാടല്ലേ. ആ വാഗ്ദാന നാടിനെക്കുറിച്ച് കിണിയാമണി അറിയാൻ പാടില്ലാത്തവൻ ജോർദാൻ്റെ അക്കരെ പണ്ടുണ്ടായിരുന്ന വിഗ്രഹാരാധന ഫോളോ ചെയ്യണവൻ പണ്ടത്തെ പോലെ. ജോഷുവൊക്കെ വിറഞ്ഞിട്ട് പറഞ്ഞ് ഇത് രണ്ടും കൂടി നടക്കത്തില്ല, നിങ്ങൾ ജോർദാൻ്റെ അക്കരെ നിന്നാൽ മതി, നദിക്ക് അക്കരെയുള്ള ആൾക്കാർ നിങ്ങളുടെ പിതാക്കന്മാർ എന്നാ ചെയ്ത ഒരു പ്രശ്നവുമില്ല. ഇതിനു വേണ്ടിയുള്ള ഈ വാഗ്ദാന നാട് അതിനു വേണ്ടിയുള്ള അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കട്ടനയുടെ നിലപാടെടുക്കണം. ദൈവത്തിനെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. അത് ഈശോ വന്നപ്പോഴും ആ കട്ടൻ്റെ നിലപാടുകൾ വരുന്നുണ്ട്. ദൈവത്തെയും സാത്താനെയും ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ല. അപ്പോൾ സാത്താന്യമായിട്ടുള്ള എല്ലാ നിലപാടുകളും, എല്ലാ വിഷയങ്ങളും, സമീപനങ്ങൾ, ചെയ്യുന്ന രീതികൾ എല്ലാം
ഉപേക്ഷിക്കണം നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് മകന് 16 കൊല്ലം മുമ്പ് അവനൊരു ലോൺ എടുത്തപ്പോൾ അപ്പനിടയ്ക്ക് ചെന്ന് വീട് വെക്കാനുള്ള ഇത് എഴുതി മേടിച്ചായിരുന്നു. 10 സെൻറ്റാ മറ്റേ എഴുതി മേടിച്ചായിരുന്നു. ഇപ്പം അപ്പന് ഓർമ്മയൊക്കെ പോയി. അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ ഇപ്പോൾ ഈ വിൽപ്പത്രമൊക്കെ എഴുതി വെച്ചപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് എഴുതി വെച്ചു. എല്ലാവർക്കും 4 മക്കൾക്കും തുല്യമായിട്ട് എഴുതി വെച്ചു. അതിലാരങ്ങനെ ആരും ഒന്നും പറഞ്ഞില്ല ചേട്ടാ. പക്ഷേ ഈ അനിയന്മാരൊക്കെ വലിയ അവർക്കൊക്കെ ഒരു നിലപാടൊക്കെ ഉള്ളതുകൊണ്ട് അവരത് കണക്ക് അപ്പൻ ചെയ്തതല്ലേ അപ്പൻ്റെ സ്വത്ത് ആ രീതി കണ്ട്. പക്ഷെ എന്നാലും ചേട്ടായിക്ക് പറയാമായിരുന്നു എന്താണ്, അപ്പോൾ എനിക്ക് 10 സെൻറ്റ് അപ്പം നേരത്തെ തന്നിട്ടുള്ളതാണ്, ബാക്കി എനിക്ക് തന്നാൽ മതിയെന്ന് ഇയാൾ പറയത്തില്ല. ഉടമ്പടിയിലാണ് 8 പുതുക്കിയാണെന്നൊക്കെ പറഞ്ഞാലും ഈ അണ്ണൻ പറയത്തില്ല. അതെന്താണ്, ഈ പഴയ പഴയ വഞ്ചനയും ചതിയും പറ്റിപ്പും ആ വിഗ്രഹം ഇപ്പോൾ ഇയാളുടെ കയ്യിലുണ്ട്. ഇതും കൊണ്ട് വാഗ്ദാന നാട്ടിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല, ദൈവാനുഗ്രഹം പ്രവേശിക്കാൻ പറ്റത്തില്ല എന്നാണ് ജോഷുവ പറയണത്. നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്വഭാവമാണിത്. കള്ളത്തരവും വഞ്ചനയും ചതിയും മറ്റുള്ളവരുടെ സാധനം ഒപ്പിച്ചും പറ്റിച്ചും ഒക്കെ എടുക്കുക. അത് ഈ നദിക്ക് അക്കരെ മാറ്റണം. നിങ്ങൾ പോയാലൊരു കുഴപ്പമില്ല, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ജോഷുവയുടെ ഏറ്റവും കട്ടൻ്റെ നിലപാടാണ്. ഇതൊരു നിലപാടാണ്. ഇത് നിലപാട് മുന്നോട്ട് പോകും തോറും നമ്മൾ വാഗ്ദാന നാടൻ്റെ പ്രാപിക്കുക മാത്രമല്ല, അവിടെ ജീവിക്കാൻ ദൈവം അനുവദിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം.